സാന്ത്വനത്തിൻ്റെ ഇടയിൽ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രനെ കാണാണ്ടായിട്ട് മിത്രനെ അന്വേഷിച്ച് പോവുകയും മിത്രനെ കണ്ടുപിടിക്കുകയും മിത്രനെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞ് പറ്റുമെങ്കിൽ മാത്രം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് തന്നെ പോക്കോ, ഞങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കാന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്തായാലും മിത്രയ്ക്ക് വേറെ നിവർത്തില്ല. അങ്ങനെ ആര്യൻ്റെ പിന്നാലെ തന്നെ മിത്ര അങ്ങനെ പോരുന്നുണ്ട്. വീടെത്താറായപ്പോഴും നമ്മുടെ അച്ചമ്മ വരാന്തയിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അച്ചമ്മ നോക്കുമ്പോൾ ആര്യനും മിത്രയും ചേർന്ന് എന്നുള്ള രീതിയിൽ നടന്നു വരുന്നത്. രണ്ടുപേരുള്ള ഇഷ്ടക്കുറവൊന്നും അച്ചമ്മയ്ക്ക് അറിയില്ലല്ലോ. അച്ചമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ചമ്മനെ കാണുമ്പോൾ ആര്യനും മിത്രയും ഒരുപോലെ നിൽക്കുന്നുണ്ട്. പിന്നീട് മിത്ര പെട്ടെന്ന് അച്ചമ്മരെ എത്തിക്ക് ഇങ്ങനെ അച്ചമ്മ ഇങ്ങനെ പുഞ്ചിരിക്കും. അപ്പം അച്ചമ്മരെ എത്തിക്ക് ഇങ്ങനെ ഓടിപ്പോകാൻ വേണ്ടിയിട്ട് കാലെടുത്ത് വയ്ക്കുന്ന വഴിക്ക് തന്നെ അച്ചമ്മ പറയും, വരണ്ട, നിൽക്ക്, അവിടെ തന്നെ നിന്ന് പൊക്കോ പൊക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാര്യമില്ല എന്നുള്ള കാര്യം. അങ്ങനെ മിത്ര ആര്യൻ്റെ പിന്നാലെ തന്നെ പോകണം. അതിന് മുന്നേ ഇങ്ങനെ രണ്ട് കൈയും പൊക്കി മിത്രനെ ഇങ്ങനെ അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് അച്ചമ്മ. അത് കണ്ട് മിത്രയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗോമതി ഓടി ചെന്ന് ചോദിക്കുന്നുണ്ട്, മോളെ നീ എവിടെയായിരുന്നു ഇത്രയും നേരം, നീ എന്തിന് മറ്റുള്ളവരെ പേടിപ്പിക്കണം, ഇപ്പോൾ സമയം എന്തായെന്ന് അറിയോ, 4:30 കോളേജ് വിടാലേ എന്നൊക്കെ ചോദിച്ച്. ആ സമയത്ത് ആനന്ദും ആകാശും മീനാക്ഷി മാമനും ബാലൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ബാലൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കാണാനില്ല എന്നുള്ള കാര്യം. പക്ഷെ ബാലൻ മിത്രനെ കണ്ട വഴിക്കാനെ ബാലൻ എഴുന്നേറ്റ് മുറിയിലേക്ക് പോകും. പിന്നീട് മോളെ ആനന്ദും ചോദിക്കും, എന്താ മിത്രേ ഒരു വാക്ക് വിളിച്ചതിലും പറയാനില്ല, ഞങ്ങൾ എവിടെല്ലാം അന്വേഷിച്ചാണെന്ന് പറഞ്ഞപ്പോൾ സോറി ഏട്ടാ, ഞാനൊരു കൂട്ടുകാരത്തിൻ്റെ വീട്ടിലായിരുന്നു, അപ്പോൾ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലെന്ന് ചോദിക്കും. വിളിച്ച് പറയാനായിട്ട് എനിക്ക് ഫോണില്ല. അപ്പോൾ അവളുടെ ഫോണിൽ നിന്ന് വിളിക്കായിരുന്നില്ലേ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ അവളുടെ ഫോണിൽ നിന്ന് വിളിക്കാൻ അവൾ ഫോൺ തന്നതെന്ന്, പക്ഷേ ഇവിടുത്തെ ആരുടെ നമ്പർ എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് അനുശ്രീ ചോദിക്കുന്നുണ്ട്, സ്വന്തം ഭർത്താവിൻ്റെ നമ്പറും അറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല എന്ന് പറയും. അപ്പോൾ ആര്യം പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്, നമ്പർ അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ എന്ന് പറയും. എനിക്ക് കാണാണ്ട് അറിയില്ല, മൊബൈലിലായിരുന്നു എന്ന് പറയും. അപ്പം ആ ചേച്ചിയുടെ മൊബൈൽ എന്തേന്ന് ചോദിക്കും. അപ്പം മീനാക്ഷി പറയാം, അത് ഓടിപ്പോയപ്പോൾ അവിടെ വീട്ടിലിട്ടിട്ട് പോന്നിട്ടുണ്ടാവും, ഇനിയിപ്പോൾ അത് വീട്ടുകാർ തരില്ലല്ലോ എന്ന് പറയും. അങ്ങനെ സംഭവിച്ചതൊക്കെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും കൂടെ രണ്ട് വഴിക്കായി പിരിയുന്നുണ്ട്. അതിനുശേഷം മിത്ര നമ്മുടെ അവരോട്, അതായത് മീനാക്ഷിനോടും അതുപോലെ തന്നെ ഗോമതിയോടും സത്യം പറയുന്നുണ്ട്. നീ എവിടേക്കാണ് പോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മിഥുനെ കാണാൻ പോയെന്ന് പറയും. മിഥുനെ കാണാനോ? മിഥുൻ്റെ വീടിൻ്റെ സ്ഥലമൊക്കെ പറയുമ്പോൾ മീനാക്ഷിയും ഗോമതിയും ഞെട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കും. അത് ഞാൻ കാരണമല്ല ആര്യന് കള്ളനുള്ള പേരും അതുപോലെ തന്നെ അങ്കിളിനും കള്ളനുള്ള പേര് കേൾക്കുന്നത്. എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അവനെ പോയി കണ്ട് ആ സ്വർണം വാങ്ങാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മീനാക്ഷിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ നീ അവിടെ ചെല്ലുമ്പോൾ ഗുരുവായൂർ എന്നെ നടുറോട്ടിൽ നിന്നെ ഉപേക്ഷിച്ച് പോയവനാണ്, ആ സ്വർണ്ണം നിനക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ അവസ്ഥ കൊണ്ട് ഞാൻ പോയിരുന്നു ചേച്ചി, എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്വർണ്ണം ഒന്ന് കിട്ടിയാൽ മതി, എന്താ അവരെ ഏൽപ്പിച്ചിട്ട് ആര്യനെ എനിക്ക് അതിൽ നിന്ന് രക്ഷിക്കണം, കള്ളനുള്ള പേരിൽ നിന്ന്. ആര്യൻ പാവം, മറ്റുള്ളവർ ചെയ്ത തെറ്റ് ഞാനും അവനും ചെയ്ത തെറ്റ് ആര്യൻ ഏറ്റെടുത്തേക്കല്ലേ, എനിക്കത് സഹിക്കാൻ കഴിയില്ല ചേച്ചി എന്ന് പറയുമ്പോൾ, നന്നായി, ഇനി ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും ചെയ്യരുതിട്ട്, അത് പോയി, ഇനി അതിൻ്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. അഥവാ നീ അവിടെ ചെന്നാലും നിനക്കിപ്പോൾ അവൻ ആ സ്വർണ്ണമൊക്കെ എടുത്ത് തരികയല്ലോ, അതൊക്കെ അവൻ എപ്പോഴേ വിറ്റ് തിന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി മിത്രനെ വഴക്ക് പറയുന്നു. സോറി അപ്പച്ചി, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അങ്ങനെ ഗോമതി വിഷമിച്ച് ദേഷ്യപ്പെട്ടും ഒക്കെ അകത്തേക്ക് പോകും. പിന്നീട് എല്ലാവരും കൂടെ ഹാളിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആനന്ദ് വരുന്നുണ്ട്. ആനന്ദ് വന്നിട്ട് ആനന്ദിൻ്റെ ഒരു പൊതി ഉണ്ടാവും. അത് മിത്രയ്ക്ക് നീട്ടുന്നത്, മോളെ എന്ന് പറയും. എന്താ ഏട്ടാ അതെന്ന് ചോദിക്കും. ഇതൊരു ഫോണാണ്, പുതിയതൊന്നല്ല, ഞാൻ പുതിയത് മേടിച്ചപ്പോൾ എൻ്റെ ഫോണാണിത്, ഇതിൽ ഞാൻ സിം ഇട്ടിട്ടുണ്ട്, നീ ഇനി ഇത് ഉപയോഗിച്ചോ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് വിളിച്ച് പറയുന്ന അത്യാവശ്യം വരുമ്പോഴെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പാവം അനിയന്മാർ കല്യാണം കഴിച്ചിട്ടും അവരോട് ഒരു ദേഷ്യമൊന്നുമില്ലാണ്ട് സ്നേഹത്തോടെ തന്നെ അത് നീട്ടിനെ കണ്ടപ്പോൾ ഗോമതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതുപോലെ തന്നെ മിത്രയ്ക്കും എല്ലാവർക്കും ആർക്കും തോന്നാത്തൊരു കാര്യമുള്ള ആനന്ദിന് തോന്നിയത്. ആനന്ദ് അങ്ങനെ ആ ഫോൺ മിത്രയ്ക്ക് നീട്ടിയപ്പോൾ മിത്ര നിറഞ്ഞ കണ്ണുകളോടെ ആ ഫോൺ ആദ്യം പറയും വേണ്ട കേട്ടാന്ന് പറയുമ്പോൾ സാറിൻ്റെ മോളെ വാങ്ങിക്കുമോ എന്ന് പറയും. അങ്ങനെ ആ ഫോൺ മിത്ര മേടിച്ച് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്നവരാണ്. ഒരു ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.